മിസ്റ്റർ ഹരിഹരൻ, how are you? മിസ്റ്റർ ഗൗതം, എന്ത് പറ്റി നിങ്ങളുടെ ശബ്ദത്തിന്? കുറച്ചു മുമ്പ് എന്തൊരു ബഹളമായിരുന്നു ഇവിടെ. ഇപ്പോ എന്താ സാറേ സാറേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നേ? ഈ പാവം കിഴവനെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നോ മിസ്റ്റർ ഗൗതം, ഞാൻ ആരെയും തെറ്റിദ്ധരിച്ചിട്ടില്ല. ഇനിയൊട്ട് അങ്ങനെ സംഭവിക്കുകയില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കമ്പനിയുടെ റൂൾസ് ആണ്. എനിക്ക് റൂൾസ് ആണ് പ്രധാനം. പറയൂ, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? സാർ, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ്. നിങ്ങളുടെ കീ ഇതുവരെ കിട്ടിയില്ല എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടമായി സാർ. സാർ ഒരു സത്യസന്ധത മാത്രമല്ല, മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കുകയും ചെയ്തു. ഞാൻ സാറിനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ തെറ്റാ ചെയ്തത്. സോറി. ഇറ്റ്സ് ഓക്കെ മിസ്റ്റർ ഗൗതം. ഇനി എന്താ സാർ ചെയ്യേണ്ടത്? ഒരു ചെറിയ കഥ പറയട്ടെ. സാർ, സമയം തീരെയില്ല. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് എനിക്ക് സമയം കിട്ടില്ലെന്നേ. ഒരു ദിവസം എന്റെ ഭാര്യ, അതായത് വൈഫ്, മിസ്സിസ് പാലക്കാട് കാശി വിശ്വനാഥ ഹരിഹരൻ എന്റെ അടുത്ത് വന്ന് 10,000 രൂപ പട്ടുസാരി വാങ്ങാൻ ചോദിച്ചു. എന്നെ കൊണ്ട് അന്ന് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അതെന്താ? എന്താന്ന് ചോദിച്ചാൽ അന്ന് എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. ഉടനെ അവൾക്ക് ദേഷ്യം വന്നില്ലേ, പുലി പോലെ അങ്ങ് ചാടി വീണു, മാന്തി മാന്തി കീറിക്കളഞ്ഞു. അടുത്ത ദിവസം ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോ ഇതുപോലെ വന്നവള് ഉച്ച പോലെ പതുങ്ങി വരിക. ഇപ്പൊ എന്തിനാന്ന് ചോദിക്കേ? എന്തിന്? കാരണം എനിക്കന്ന് ശമ്പളം കിട്ടി. അതിനുശേഷം അവളെന്റെ കാല് പിടിച്ചില്ലേ, കരയുകയും ചെയ്തു. എന്തൊക്കെയോ പറഞ്ഞ് സങ്കടപ്പെട്ടു. ഇനി തുറന്നു പറഞ്ഞ സ്വിമ്മിങ് ഡ്രസ്സിലല്ലേ അവള് വന്നത്. എന്നാലേ ഇത് കണ്ടൊന്നും ഞാൻ മയങ്ങിയില്ല. എന്താണെന്നറിയാവോ? എന്നെ സംബന്ധിച്ച് കമ്പനി റൂൾസ് ഒന്നാണ്, ഫാമിലി റൂൾസ് ഒന്നാണ്. രണ്ടും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇനി കഥ ചുരുക്കി പറയുകയാണെങ്കിൽ, പൂജ, പൂജ. യാ. ഹായ്. വീടുണ്ടോ? സിഗരറ്റായാലും കുഴപ്പമില്ല. എന്താണ് ആംഗ്യത്തിലൊരു സംസാരം? സിഗരറ്റ് എന്നോട് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. സാറിന്റെ ഉണ്ടെ കൊടുക്ക സാറേ, പാവോ. നീ എന്താ അവന് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാ? എന്താ സാർ ഇത്? 500 രൂപ മേടിച്ചെടുത്തിട്ട് അവനെ പറഞ്ഞു വിട്ടതും പോരാ, ഒരു സിഗരറ്റ് ചോദിച്ചാൽ തരികയില്ല. 500 വാങ്ങിയ കാര്യം ഒരു 500 പ്രാവശ്യം താ പറഞ്ഞല്ലോ. ഇത് കരിക്കോട്ടിൽ വണ്ടി നിൽക്കും, അപ്പൊ ബീഡി വാങ്ങിത്തരാൻ കേട്ടാ. കരിക്കോട്ടില കോടതിയിലേക്ക് കൊണ്ടുവന്നല്ലേ പറഞ്ഞത്? മിസ്റ്റർ മണി, തീർച്ചയായിട്ടും നിങ്ങളെ കോടതിയിലേക്ക് കൊണ്ടുപോകും. അതിനു മുമ്പ് നിന്നെ പോലെ 3-4 നല്ല ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടേ, അവരെയും കൂടെ കൊണ്ടുപോകണം. അതുവരെ ഒന്ന് സമാധാനമായിട്ട് ഇരുന്നൂടെ? അവന്റെ ഇല്ല കീ ഉള്ളതെന്ന് ഗൗതമിന് ഉറപ്പുണ്ടോ? അതല്ല പൂജ, കീ ചോദിച്ചപ്പോ പുഴയിൽ എറിഞ്ഞു പോയി മുങ്ങി എടുത്തോളാൻ പറഞ്ഞു. അത് അവന്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഉറപ്പാ. പറയൂ അങ്കിൾ. പൂജേ, അടുത്തത് നമ്മുടെ കേസാ. വീട്ടിൽ നിന്ന് ഇറങ്ങി അതോ അവിടെ കിടന്ന് ഉറങ്ങാണോ നീ? അല്ലല്ല, ഗൗതം എന്റെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ വന്നോണ്ടിരിക്കുക. അത് പിന്നെ വന്ന വഴിക്ക് ഒരു പ്രോബ്ലം. ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം. നീ എളുപ്പം വാ. ഗൗതം, ഇന്ന് കോടതിയിൽ ആ വിൽപത്രം സബ്മിറ്റ് ചെയ്യണം. എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ആ താക്കോൽ വാങ്ങണം. എന്നാ കാർ എടുത്തോണ്ട് പോ, കോടതിയിൽ കാണാം. ഓക്കെ? എടോ, സ്റ്റേഷനായി, ഇങ്ങോട്ട് ഇറങ്ങ. നിങ്ങൾ പോയി വിളിച്ചോണ്ടോ സാർ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എന്താ എന്റെ കൂടെ വരില്ലെന്നുണ്ടോ? പുറത്തിറങ്ങിയ ആൾക്കാരൊക്കെ കണ്ട നാണക്കേടാ സാറേ. നാണക്കേടാ? നടു റോഡിലിട്ട് ഒരുത്തനെ പട്ടിയെ പോലെ തല്ലിയപ്പോ ഈ നാണക്കേടില്ലായിരുന്നോടാ? വേണ്ടെന്ന് പറയൂ സാറേ. നീ മിണ്ടരുത്. പൂട്ടടോ താൻ, പൂട്ടടോ. സാറിപ്പോ 500 രൂപ മേടിച്ചിട്ട് അവനെ പറഞ്ഞു. 500 മതിയെടോ. 500 രൂപ മേടിച്ചത് 1000 പ്രാവശ്യമായി പറയുന്നത്. താൻ എന്തിനായി പൂട്ടുന്നേ? എന്തെങ്കിലും ആട്ടെ, താനൊന്ന് ഇറങ്ങി വന്നേ. വന്നേ.
എന്നെ പോലെ എപ്പോഴാണ് ഇൻസ്പെക്ടർ ആകുന്നത്? എന്തിനാണ് ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുന്നത്? ഇഷ്ടമല്ലല്ലേ? അതല്ലടോ, അവൻ രക്ഷപ്പെട്ടില്ലേ? കരിക്കോട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് അവന്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്യുക. എന്താ ഗൗതം സാറേ, എങ്ങോട്ടാ പോകുന്നത്? ഡ്രൈവറെ കാണാനാണോ? അയാൾ എപ്പോഴേ പോയി. എന്താ നിങ്ങൾ പറയുന്നത്? ഇതാ ഇയാൾ അയാളെ രക്ഷപ്പെടുത്തിയത്. ശരിയാണെന്നേ, ഞാൻ കോടതിയിലേക്ക് കൊണ്ടുവന്ന വഴിക്ക് കയ്യേൽ ഇങ്ങനെ ഒരു തട്ട് തന്നിട്ട് ഒറ്റ ഓട്ടോയിലായിരുന്നു അവനെ. എന്താ സാർ രക്ഷപ്പെട്ടു എന്ന് നിസ്സാരമായിട്ട് പറയുന്നത്? അവനെ പിടിക്കാൻ എന്ത് ആക്ഷൻ എടുത്തിരിക്കുന്നത്? അയാളിപ്പോ നമ്മുടെ ഏരിയ അല്ല, കരിക്കോട് പോലീസ് പിടിച്ചതിന് ശേഷം ഞങ്ങൾ ആക്ഷൻ എടുത്തോളാം. ഇന്ന് രാവിലെ മുതൽ വിട്ടികളെ കാണുന്നത്. അവന്റെ അഡ്രസ് എങ്കിലും എനിക്ക് താ. നിങ്ങളോടാണ് ചോദിക്കണേ, കൊടുക്കേ. ഓ നമ്പർ 64 എവിടെയാണ്? മണിയേട്ടൻ്റെ വീടാണ്. ഇവിടെ ഒരു മഞ്ഞ കളർ അടിച്ച വീടുണ്ട്, അത് തന്നെ. മണിയുടെ വീട്. പ്രധാന വാർത്തകൾ. വടക്കൻ കേരളത്തിൽ കാലവർഷം ശക്തമായി. ഇടുക്കിയിലും വയനാട്ടിലും ഉരുൾപൊട്ടി വൻ കൃഷിനാശം. ഇപ്പോൾ കിട്ടിയ വാർത്ത: മുൻ വ്യവസായ പ്രമുഖൻ മിസ്റ്റർ രാധാകൃഷ്ണൻ നായരുടെ സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചുള്ള തർക്കത്തിന് കോടതി ഇന്ന് വിധി പ്രഖ്യാപിക്കുന്നു. രാധാകൃഷ്ണൻ നായരുടെ ഏക മകൻ ഗൗതമും പ്രമുഖ വ്യവസായിയും രാധാകൃഷ്ണൻ നായരുടെ സുഹൃത്തുമായ വിക്രമൻ പിള്ളയുമായി നിലനിൽക്കുന്ന തർക്കത്തിന് ഇന്ന് തീർപ്പുണ്ടാവും. ഈ കേസിൽ നിർണായക തെളിവായ യഥാർത്ഥ വിൽപത്രം ഗൗതം ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ വിൽപത്രം ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ രാധാകൃഷ്ണൻ നായരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം അദ്ദേഹത്തിന്റെ മകൻ ഗൗതമിന് അനുഭവിക്കാവുന്നതാണ്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഒരുപാട് കാലം കൂടി നല്ലൊരു കാപ്പി കുടിച്ചു. താങ്ക്സ്. മണിയേട്ടൻ വരാൻ പറഞ്ഞിരുന്നോ? ഇല്ല, ഇന്ന് രാവിലെ മണിയുടെ ടാക്സിയിലാണ് വന്നത്. ടാക്സിയിലോ? ടാക്സിയിൽ അങ്ങനെ പോവില്ലല്ലോ. ഏട്ടൻ അങ്ങനെ പൈസ ചെലവഴിക്കുന്ന ആളല്ല. അല്ല, രാവിലെ അദ്ദേഹത്തിൻ്റെ ടാക്സിയിലാണ് പോയത്. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. നിങ്ങൾക്ക് വീട് മാറിയോന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. എൻ്റെ ഭർത്താവ് ടാക്സി ഡ്രൈവർ അല്ല, ഒരു LIC ഏജന്റാ. നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് മണിയെന്നല്ലേ? അതെ. അപ്പം എനിക്ക് വീട് മാറിയിട്ടില്ല. സർ, നിങ്ങൾ പറഞ്ഞ പേര് ശരിയാ, പക്ഷെ എൻ്റെ ഭർത്താവ് ടാക്സി ഡ്രൈവർ അല്ല. മണിയേട്ടൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏട്ടനൊരു LIC ഏജന്റാ. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാകിട്ടാ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സംഭവിച്ചതൊക്കെ വിശദമായിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ ഞാൻ മണിയുടെ ടാക്സിയിലാണ് വന്നത്. ഞാനാ പറഞ്ഞത് മണിയോട് വണ്ടി വേഗത്തിൽ ഓടിക്കാൻ. വണ്ടി ആക്സിഡന്റ് ആവുകയും ചെയ്തു. പിന്നെ പ്രശ്നം വലുതായി പോലീസ് സ്റ്റേഷൻ വരെ എത്തി. എൻ്റെ ഒരു പേഴ്സണൽ കീ അങ്ങയുടെ കയ്യിലുള്ളത്. എന്നോടുള്ള ദേഷ്യത്തിന് അങ്ങനെ തരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങി തന്നാൽ പ്ലീസ് സിസ്റ്റർ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. എന്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടും, വഴക്കുണ്ടാക്കും, പക്ഷെ നുണ പറയില്ല. എന്താ പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങളുടെ ഭർത്താവിനും എനിക്ക് യാതൊരു മുൻവൈരാഗ്യമില്ല. പിന്നെ ഞാൻ അതിന് നുണ പറയണം? അദ്ദേഹത്തിന്റെ നമ്പർ തന്നാൽ മതി, ഞാൻ ഡീൽ ചെയ്തോളാം. നിങ്ങളല്ലേ പറഞ്ഞത് മണിയേട്ടൻ പോലീസ് സ്റ്റേഷനിലാണെന്ന്? എന്നാ പിന്നെ അവിടെ പോയി കണ്ടാൽ മതിയല്ലോ. ഞാൻ അവിടെ പോയിരുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് പോലീസിനെ വെട്ടിച്ചോടി. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് തന്നാ ഞാൻ വിളിച്ചു നോക്കട്ടെ. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ എന്നെ എന്റെ കുഞ്ഞിനെയും അങ്ങേരെനി കാണില്ല. ഫോൺ സ്വിച്ച് ഓഫിലുള്ളത്. നമ്പർ നോട്ട് ചെയ്തോളൂ. 98405 66 550. താങ്ക്സ്.